ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ തലവേദനയായി മാറുകയാണ് രാഹുൽ ഈശ്വർ. എല്ലാ വിവാദങ്ങളിലും നമ്മുടെ പൊതുസമൂഹം എന്താണോ ചിന്തിക്കുന്നത് അതിന് വിരുദ്ധമായാണ് ഈ സാമൂഹിക വിരുദ്ധന്റെ പ്രവർത്തനങ്ങൾ. എന്തായാലും പിടിച്ചകത്തിട്ടിട്ടുണ്ട്. അല്ല, നിയമ വ്യവസ്ഥയിൽ ഉപദ്രവകാരിയായ വ്യവഹാരി എന്നുള്ള ഒരു പദമുണ്ട്. അതായത് ചുമ്മാ ആവശ്യമില്ലാതെ എന്നും കോടതിയിലും കേസിലും പോയിട്ട് കോടതിയുടെ സമയം കളയുന്നവന്. അപ്പം അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഉപദ്രവകാരിയായ ഒരാളാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ ആൻറ്റിസിഡൻസ് നോക്കുകയാണെങ്കിൽ ഏത് വിവാദപരമായ സംഭവങ്ങളിലും എതിർഭാഗത്ത് നിന്ന് സംസാരിക്കുകയും അങ്ങനെ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്യുകയാണ് രാഹുൽ ഈശ്വറിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി. ഏറ്റവും കൂടുതൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആ വാദമുഖങ്ങളും അതിൻ്റെ പൊള്ളത്തരങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ദിലീപിൻ്റെ കാര്യത്തിലാണ്. ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല. ദിലീപിൻ്റെ ഒരു കാര്യത്തിൽ ബാലേന്ദ്രകുമാർ, അദ്ദേഹത്തിന് ചില വ്യക്തി വൈരാഗ്യങ്ങൾ കൊണ്ടാണ് ബാലേന്ദ്രകുമാർ ദിലീപിനെതിരായിട്ട് നിന്നത്. കൂടെ രാഹുൽ ഈശ്വറും കയറി നിന്നു. അപ്പോൾ ഒരു ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട് ചാമ്പ്യൻ ഓഫ് എ കോസ് എന്നുള്ള രീതിയിൽ ഓരോ വിവാദം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ട് മാധ്യമ ശ്രദ്ധ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു അവതാരമായിട്ട് വേണം അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജനറലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം മറുപടി പറയത്തില്ല. ഇപ്പോൾ ശബരിമലയിൽ തന്ത്രി വേണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയത്തില്ല. കാര്യം അങ്ങനെ ശബരിമലയിലെ തന്ത്രി കുടുംബാംഗം എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ശ്രദ്ധാരംഗത്ത് വരുന്നത്. പല വിഷയങ്ങളും വരുമ്പോഴത്തേക്ക് അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശന പ്രശ്നമായാലും ശരി, അഖില ഹാദിയുടെ പ്രശ്നമായാലും ശരി. അഖില ഹാദിയുടെ പ്രശ്നത്തും അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂലി എന്നുള്ള രീതിയിൽ ഒരു പ്രതിച്ഛായ നേടിയെടുക്കുകയും എസ് ഡി പി ഐക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയും ചെയ്തതാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അഫിനിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള യഥാർത്ഥത്തിലുള്ള താല്പര്യം ആരോടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കത്തില്ല. ഏറ്റവും അവസാനം നമുക്ക് പരിശോധിച്ചാൽ ഈ ബസ്സിൽ നഗ്നത നടത്തിയ വ്യക്തിക്ക് വരെ ഇദ്ദേഹത്തിന്. അതെ. അപ്പം ഏത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ വരുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാലും അവിടെ ഒരു ശ്രദ്ധാ കേന്ദ്രമായിട്ട് ഒരു കോമാളിയായി സ്ഥലത്തെ പ്രധാന പയ്യൻ എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അത് ഏത് വേഷം കെട്ടണമെന്നൊന്നും പുള്ളിക്കാരന് താല്പര്യമില്ല. എന്നിട്ട് അത് സംസാരിക്കുന്ന രീതി തന്നെ ഇയാളെ പിടിച്ച് ചാനൽ ചർച്ചയിൽ ഇരുത്തുന്നവർക്ക് വേണം തലയിൽ കൊട്ടുകൊടുക്കാൻ. യാതൊരു മാന്യത ഇല്ലാതായിട്ടാണ് സംസാരിക്കുന്നത്. കൈ കാണിച്ച് ഒരുമാതിരി എനിക്ക് തോന്നുന്ന അനിൽകുമാറിനോട് യോജിപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ശ്രീ രാഹുൽ ഈശ്വർ എന്ന് തോന്നുന്നു. CPM അനിൽകുമാർ പലപ്പോഴും ചർച്ചയിൽ വന്ന് കാണിക്കുന്ന ആ അഭ്യാസം എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിൻ്റെ നിന്ന് പഠിച്ചാണെന്ന് തോന്നുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ, ഒരു ലോജിക്കും ഇല്ലാതെ സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എനിക്ക് അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ നിലപാടുകൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയാറില്ല നിലപാടുകളുടെ തമ്പുരാൻ എന്ന് പറയില്ല. അപ്പോൾ ചില നിലപാടുകളുടെ തമ്പുരാനാവാൻ പുള്ളിക്കാരൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അത് ശബരിമലയും തന്ത്രി കുടുംബത്തിൻ്റെയും പേര് ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹവും ശബരിമല തന്ത്രിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം പറയണമെങ്കിൽ ശബരിമലയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യമെങ്കിലും അദ്ദേഹം പറയണം. അപ്പോൾ ഇദ്ദേഹത്തെ ഒതുക്കുക എന്നതെന്ന് കേരള സമൂഹത്തിന്റെ കൂടി ആവശ്യമാണല്ലോ. ഇത്തരം വിഷയങ്ങൾ കലർത്തുക, നമ്മുടെ സമൂഹത്തിൽ പൊതുസമൂഹം എന്താണോ ചിന്തിക്കുന്നത് അതിന് വിപരീതമായി പ്രവർത്തിക്കുക, ഇത്തരക്കാരെ എങ്ങനെ ഒതുക്കാൻ കഴിയും? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചില ചാനലുകാർ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. ഈ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് റീച്ച് കിട്ടണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ എൻ്റെ മാധു, എൻ്റെ സജി എന്നും പറഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വന്ന് ഒലിപ്പിക്കുന്ന കുറേ പേരുണ്ട്, മാധ്യമ ചർച്ച തൊഴിലാളികൾ. അവരുള്ളിടത്തോളം കാലം ഇങ്ങനെ ഉള്ളവർ ജീവിച്ചുകൊണ്ടിരിക്കും. കാര്യം അവർക്ക് ചാനൽ നടന്നു പോകണം, കുറേ പേര് കാണണം. അത് കോമാളിത്തരം ആയിക്കഴിഞ്ഞാലും ആൾക്കാർ കണ്ടോളും. അവർക്ക് റീച്ച് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, ചാനലിന് റീച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇത്തരം കോമാളികളെ ചാനലുകാർ പ്രൊമോട്ട് ചെയ്ത് വിടും. അവർക്ക് പൈസയും കൊടുക്കും, പൈസയും വാങ്ങിച്ചുകൊണ്ട് ചെയ്യും. ഇവിടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പൃഥ്വിരാജിനെ പോലെയാണ്. പൃഥ്വിരാജിൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ അമ്മ ന്യായീകരിക്കാൻ പറ്റും. എന്താ അയാൾക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അയാളെ ഭാര്യ ന്യായീകരിക്കാൻ പറ്റും. ഇവിടെ സ്വയം ന്യായീകരിക്കാൻ കഴിവുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കട്ടെ. എന്തിനാ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് കരഞ്ഞു മെഴുകുന്നത്? അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കേസിൽ അകത്താകുന്നവർക്ക് വേണ്ടി ഇദ്ദേഹത്തെ എന്തായിരിക്കും ഇത്ര പ്രത്യേക സ്നേഹം? അതിപ്പോൾ ആളൂരിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ചിലത് പഥ്യം. അത് എന്തുകൊണ്ട് പഥ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെ, ശർക്കരയിൽ ഈച്ച വന്നിരിക്കും. അതുപോലെ തന്നെയാണ് ശർക്കര ഈച്ചയ്ക്ക് പഥ്യമായതുകൊണ്ട് ഈച്ച വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഈച്ച വന്ന് ശർക്കര ഇരിക്കുന്ന നമുക്ക് ഈച്ചയോട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് പ്രാധാന്യമുള്ള ഏത് വിഷയമെന്ന് തോന്നിക്കഴിഞ്ഞാലും അതിന്റെ പുറത്തൊക്കെ വ്യവഹരിക്കാൻ. ഇതിൽ രാഷ്ട്രീയ മുഖം കാണണോ? കാരണം ഒരു കാലത്ത് സംഘപരിവാറിന്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു അദ്ദേഹം ചാനൽ ചർച്ചകളിൽ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു UDF അനുകൂല
വ്യക്തിയായി മാറിയിട്ടുണ്ടോ? അതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലും നമ്മുടെ ഇപ്പൊ അഖിൽ മാരാറുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ആദ്യം അവര് ന്യൂട്രലായിട്ട് വരും, കുറച്ചു കാലം സംഘത്തിന്റെ ആയിട്ട് നിൽക്കും, പിന്നെ ടിക്കറ്റ് എങ്ങോട്ടാണ് കിട്ടുന്നത് നോക്കും, അത്രേ ഉള്ളൂ. ഇപ്പം അതേസമയം രമേഷ് പിഷാരടിയൊക്കെ ഉണ്ട്, അവർക്ക് ധർമ്മജനുണ്ട്, അവർക്ക് സ്വന്തം നമ്മുടെ സലീം കുമാറുണ്ട്, അവർക്ക് സ്വന്തമായിട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയമുണ്ട്. അത് അവരെവിടെയും പറയാൻ തയ്യാറാണ്. അത് പരസ്യമായിട്ട് അതിന്റെ അഫിനിറ്റി പറയാൻ അവർ തയ്യാറാണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഏത് പാർട്ടിക്കാരായാലും. ഇപ്പം മമ്മൂട്ടി CPM കാരനാണ്, അതെന്ന് വെച്ചുകൊണ്ട് നമ്മൾ മമ്മൂട്ടിയുടെ സിനിമ കാണാതിരിക്കുന്നില്ല. അപ്പം അവർക്കൊക്കെ സ്വന്തമായിട്ട് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്. അല്ല, അതാണോ ഈ വലതുപക്ഷ സമൂഹത്തിലെ ഞാൻ പറയുന്നത് വലതുപക്ഷ സമൂഹത്തെ തെറ്റിദ്ധാരണ പരത്താൻ ഇപ്പോൾ അഖിൽമാരാർ സൂചിപ്പിച്ചതുകൊണ്ടാണ്. ഇപ്പൊ അഖിൽമാരാർ, അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ, കുറെ പേരുണ്ട്, ഈ കുറെ അവതാരങ്ങളുണ്ട്. അതെ, അല്ല ഇവരെയൊക്കെ നമ്മൾ അവഗണിക്കുക. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലും എനിക്ക് ഇദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യാൻ സംഘപരിവാർ പ്രവർത്തകരാണല്ലോ ചില സമയങ്ങളിൽ ഇവരെ പൊക്കി വിടുന്നത്. പക്ഷെ അവർക്കറിയത്തില്ല ഇവരുടെ യഥാർത്ഥത്തിലുള്ള അഫിനിറ്റി എന്താണെന്ന്. സംഘപരിവാറിന് കേരളത്തിലുള്ള പ്രശ്നം ഇതാണ്, അവർക്ക് ശരിക്കുള്ള അവരുടെ കൂടെയുള്ള വർക്കേഴ്സ് ആരാണെന്ന് അവർക്കറിയത്തില്ല. വേറൊരാരെങ്കിലും വന്നിട്ട് ഇവരുടെ കോസ് പൊക്കി വിടാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ ആളാണെന്ന് വിചാരിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. അവരെ തോളിലിരുന്നുകൊണ്ട് അവരുടെ ചെവി കടിക്കുന്ന പരിപാടി തന്നെയാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. അദ്ദേഹം ഇനിയും പുറത്തിറങ്ങും, അദ്ദേഹം ഒരു സാമൂഹ്യ വിപത്തായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഈ ഒരു ജയിൽവാസവും കൂടി അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ ആഡ് ചെയ്യും. ഞാൻ ഇന്ന കേസിന് വേണ്ടി അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് വെല്ലുവിളിക്കുകയാണ്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് തെറ്റാണെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യും. ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതാ പറഞ്ഞത്, ഈ മീഡിയ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട്, അത് വാർത്തയാക്കാമെന്നും അത് വിൽപ്പന ചെയ്യാമെന്നും. ഇപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ കിട്ടുന്ന യൂട്യൂബ് വരുമാനവും റീച്ചും ഒക്കെ എല്ലാവർക്കും വേണമല്ലോ, അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇത് കേരള സമൂഹം തിരിച്ചറിയുമല്ലോ ഒരു കാലത്ത്. അല്ല, കേരള സമൂഹത്തിന് അദ്ദേഹത്തെ അറിയുകയും ചെയ്യാം, തിരിച്ചറിയുകയും ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മീഡിയകൾ ഇങ്ങനെയുള്ള കോമാളികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വരെ ഇവര് ഇങ്ങനെ ഒരു വിപത്തായിട്ട് തുടരും. ഇതിനേക്കാളും വലിയൊരു വിപത്ത് വരുന്നത് വരെ ഇത് നമ്മളിവിടെ ഉണ്ടാവും. അപ്പൊ ഇത്തരം അവതാരങ്ങൾ ഇല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു സിനിമയിലെ ഒരു കൊമേഡിയൻ വേണമെന്ന് പറയുന്നത് പോലെ നമ്മൾ ചാനൽ ചർച്ചകളിലും അതൊരു ആവശ്യമാണ്. ഒരു സമയത്ത് നമുക്കറിയാല്ല, മമ്മൂട്ടി പഴയ ഒരു കാലത്ത് ബഹദൂറോ അല്ലെങ്കിൽ അടൂർവാസിയോ ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ആരും ഡേറ്റ് കൊടുക്കത്തില്ല. നസീർ പോലും കൊടുക്കുന്ന അടൂർവാസി ഉണ്ടോ എന്ന് ചോദിക്കും, ഇല്ല, എന്നാൽ പിന്നെ വേറെ അടൂർവാസി ഉള്ള പടത്തിന് ഞാൻ ഡേറ്റ് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അവരുടെയൊക്കെ ഈ സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരമുള്ള കോമഡിയൻസും എന്നുള്ള കാര്യം അവർക്ക് അന്നേ തിരിച്ചറിയാം. അത് അവരുടെ ഈ എന്താ പറയുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ USP എന്ന് പറയും, യൂണിറ്റ് സെല്ലിംഗ് പ്രൊപ്പോർഷൻ എന്ന് പറയും. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ഒരാളും കൂടെ കോമഡിയിൽ പറഞ്ഞു. ഇപ്പം അനിൽകുമാർ എന്ന് പറയുന്ന ആൾ, എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയത്തില്ല. അദ്ദേഹം ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോഴത്തേക്ക് വിളമ്പാൻ പോകുന്ന വൃത്തികേടുകൾ എന്താണെന്ന് നമുക്ക് നല്ലോണം മനസ്സിലാവും. എന്നാലും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നില്ല. അയാൾ എന്താണ് പറയാൻ പോകുന്നത്, എന്ത് മണ്ടത്തരമാണ് ഇന്ന് വിളമ്പാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കേട്ടോണ്ടിരിക്കില്ല. ആ റീച്ച്, ആ റേറ്റിംഗ് ആണ് ചാനലിന് വേണ്ടത്. അല്ലാതെ അനിൽകുമാറിനെക്കാളും വിവരമുള്ള അല്ലെങ്കിൽ നോളജുള്ള പലരും, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി നേരിട്ടെടുത്ത കേസാണ്. അപ്പോൾ പ്രതിയെ കേൾക്കാതെ ഹൈക്കോടതി വിധി പറഞ്ഞു എന്നുള്ളതാണ്. ഹൈക്കോടതി നേരിട്ടെടുത്ത കേസിൽ കോടതിയാണ് വാദി, പ്രതിയെ പ്രത്യേകിച്ച് കേൾക്കേണ്ട ആവശ്യമില്ല. ആ കേസ് കോടതിയുടെ മുമ്പ് കൊടുക്കേണ്ടിയിരുന്നത് ദേവസ്വം ബോർഡും സർക്കാരുമായിരുന്നു. അവർ രണ്ടുപേരും ചെയ്യാതെ വന്നപ്പോഴത്തേക്കാണ് കോടതി നേരിട്ട് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം ചോദിക്കുക, ഞങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് വിധി പ്രഖ്യാപിച്ചത്, അതുകൊണ്ട് ഇത് തെറ്റാണ്, നീതിന്യായ വ്യവസ്ഥയിൽ ഇങ്ങനൊരു ഇതില്ല, ഞാൻ 30 വർഷം പ്രാക്ടീസ് ചെയ്ത വക്കീലാന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. മാത്രമല്ല, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരു ഇടയുണ്ടാക്കുന്നുണ്ടല്ലോ. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു മണ്ടത്തരം പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ആ മണ്ടത്തരത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെയുള്ള ഒരു കോമ്പോസിഷൻ്റെ ഒരു ആവശ്യമാണ്. അവിയലിൽ ഇതും വേണം. ചാനൽ ചർച്ചയിൽ എല്ലാ ഭാഗവും പറയുന്ന ആൾക്കാർ വേണ്ടേ? അപ്പം ഇങ്ങനെയുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ചും ദിലീപിൻ്റെ കേസ് 2 ദിവസത്തിനകത്ത് വിധി വരാൻ പോകുന്നു. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കോടതിയുടെ മുമ്പുള്ള കാര്യം. അതിൽ ദിലീപിന് വേണ്ടിയോ ദിലീപിനെതിരായിട്ടോ ഇത്രയും വെഹമൻ്റായിട്ട് ഇത്രയും ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യേണ്ട കാര്യം ഞാൻ വിചാരിക്കുകയാണ്. ഈ ദിലീപിനെതിരായിട്ട് ഇത്രയും വിമർശിക്കാൻ ഇവർക്ക് ആരെ ഫണ്ട് ചെയ്യുന്നത്? ബാലേന്ദ്രകുമാർ, അദ്ദേഹം മരിച്ചുപോയി. ബാലേന്ദ്രകുമാർ ആയാലും രാഹുൽ ഈശ്വർ ആയാലും. അപ്പം ഇവർക്കൊക്കെ ചില അജണ്ടകളുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എവിടുന്നോ ഫണ്ട് കിട്ടുന്നുണ്ട്, അതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ ഈ ചാനലുകാർ തന്നെയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, അവർ അവതാര പുരുഷന്മാരാക്കുന്നത്.